എൻ്റെ പേര് സൂസൻ. ഞാൻ വരുന്ന വെണ്ണിക്കുളത്ത് നിന്ന്. ഈ വർഷം മുതലാണ് ഞാൻ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് വരുന്നത്. കുറെ നാളുകളായിട്ട് എൻ്റെ കാലിനും കുറ്റിക്കും ചെറിയ ചെറിയ ജോയിൻസിനൊക്കെ വേദന ഉണ്ടായിരുന്നു. അത് വാദമാണെന്ന് വിചാരിച്ച് ഞാൻ ബാമൊക്കെ പുരട്ടിയിരുന്നു. ആയുർവേദ ഡോക്ടറെ കണ്ടപ്പോൾ ESR യൂറിക് ആസിഡ് ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അത് നോക്കിയപ്പോൾ കൂടുതലായിരുന്നു. ഡോക്ടർ പറഞ്ഞു രക്തവാദമാണെന്ന്. 1 മാസം ഞാൻ മരുന്ന് കഴിച്ചു. വീണ്ടും നോക്കിയപ്പോൾ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നതായിട്ട് കണ്ടു. വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഈ സമയമൊക്കെ എൻ്റെ BP കുറയുന്നില്ലായിരുന്നു. ഞാൻ 20 വർഷമായിട്ട് എനിക്കൊരു BP ഉണ്ടായിരുന്നു. പക്ഷെ ഹോമിയോ മരുന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും തന്നെ എനിക്ക് നോർമലായിരുന്നു. പക്ഷെ ഈ സമയത്ത് എൻ്റെ BP കുറയുന്നില്ല. അപ്പം ഞാൻ കോഴഞ്ചേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. BP നോക്കിയപ്പോൾ കുറയുന്നില്ല, അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. തയ്യാറായിട്ടെല്ലാം വന്നതെന്ന് പറഞ്ഞപ്പോൾ 3 ദിവസത്തേക്ക് മരുന്ന് തന്നു വിട്ടു. 3 ദിവസം മരുന്ന് കഴിച്ചിട്ടും BP കുറയുന്നില്ല. എന്നെ അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ഒത്തിരി ടെസ്റ്റുകൾ, യൂറിക് ആസിഡ്, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ ഇതെല്ലാം നോക്കി. കിഡ്നി സ്കാൻ ചെയ്തു. അവിടെ എല്ലാം ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ എനിക്ക് കാണപ്പെട്ടു. അപ്പം എന്നെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഒത്തിരി ടെൻഷനായി. ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ 3 ദിവസവും പകലും രാത്രി ഉറങ്ങാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം ഞാൻ നിർബന്ധമായിട്ട് ഡോക്ടറോട് പറഞ്ഞു എന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാൻ, എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മറ്റേ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ വിടത്തുള്ളൂ, നിങ്ങൾ പറയുന്ന വിശ്വസിക്കുന്ന പോലല്ല, സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചു. റിപ്പോർട്ടൊക്കെ എനിക്ക് എഴുതി തന്നു. ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഈ റിസൾട്ടെല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കിഡ്നി ഫെയിലിയർ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് 20 ദിവസത്തേക്ക് എനിക്ക് മരുന്ന് തന്നു വിട്ടു. അഡ്മിറ്റ് ചെയ്തില്ല. ആ സമയങ്ങളിലൊക്കെ ഞാനിവിടെ വന്നിരുന്നു. പ്രത്യേകം പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. അച്ഛൻ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ എന്നോട് ചൊല്ലുവാനായിട്ട് പറഞ്ഞു. ഇന്നലെ വരെയും ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 20 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ BP നോർമലായി. 2 മാസം കഴിഞ്ഞ് ബ്ലഡ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം നോർമലായി കണ്ടു. ഈശോയ്ക്കും അമ്മയ്ക്കും സ്തുതി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട അച്ഛനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യത്താൽ ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ അമ്മയോട് കൂടെയുള്ളവൻ വിശ്വാസത്തോടുകൂടി അമ്മയോട് ആദരവോടുകൂടി ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിന് 20 രഹസ്യങ്ങൾ ജപമാല ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, പിതാവിൽ നിന്ന് ലഭിക്കുന്നതായ വചനങ്ങൾ, നന്മ നിറഞ്ഞ മറിയമേ, ആ ജപമാലയെ രഹസ്യങ്ങൾക്ക് പ്രതി പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ കുർബാനയിൽ വസിന കർത്താവിനെ ആരാധിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം